ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു വേൾഡ് ഓഫ് വുമൻ. സൗമ്യ ഫ്രം കണ്ണൂർ. അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക നറുക്കെടുപ്പാണ്. കളക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, നറുക്കെടുപ്പാണ്. അപ്പോൾ എല്ലാവരുള്ള ക്യൂരിയോസിറ്റി ആണ്. ആരും അതായത് ആരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ ഇതാക്കിയതല്ല. എനിക്കൊരു ചാലഞ്ചായിട്ട് തോന്നിയതുകൊണ്ട് ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് അതായത് റിസ്ക് എടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ചെയ്തിട്ടുണ്ട്. മെനക്കെട്ട് ചെയ്ത ഒരു പരിപാടിയാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് എന്താ പറയുക കണ്ടുപിടിച്ച് അവരോട് റിക്വസ്റ്റ് ചെയ്ത് അവർ അയക്കാൻ പറഞ്ഞ് അതെനിക്ക് അയച്ച് അപ്പം ഞാനത് ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളും നോക്കിയെല്ലാം വരുമ്പോഴത്തേക്ക് ഒരു സമയമായി. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്താ പറയുക ഒരുപാട് താങ്ക്സ്. ഇതൊക്കെ റിസ്ക് എടുത്ത് മെനക്കെട്ടതിന് ഒരുപാട് താങ്ക്സ്. അപ്പം ഞാൻ അധികം നിങ്ങളെ ഡിലേ ആക്കാണ്ട് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഇതിൽ 5 പേരെ തിരഞ്ഞെടുക്കും. ബേക്കിൽ നിന്നാണ് അതായത് അതിൻ്റെ ഗിഫ്റ്റ് പ്രഖ്യാപിക്കുക. 5th 4th 3rd 2nd 1st അങ്ങനെയാണ് പ്രഖ്യാപിക്കുക. അപ്പോൾ 5 മുതൽ ഫസ്റ്റ് സമ്മാനം വരെ അങ്ങനെ ബേക്കോട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പം ക്ലിയർ ആയിട്ട് വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ ഓൾമോസ്റ്റ് അപ്പോൾ വിന്നേഴ്സിനൊക്കെ അഡ്വാൻസ് ആയിട്ട് കൺഗ്രാജുലേഷൻ ഞാൻ തരുന്നുണ്ട്. കൺഗ്രാജുലേഷനൊപ്പം തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഇന്നോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയുള്ള ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം അത് നോക്കുക. അപ്പം ഞാൻ എൻ്റെ പേര് വിളിക്കാം. പറഞ്ഞ് നിങ്ങളെ ലാക്കിപ്പിക്കുന്നില്ല. അപ്പോൾ 5ാമത്തെ ആള് അതായത് 5ാം സമ്മാനക്കാര് സലീല പ്രകാശ് കാലിക്കട്ടാണ്. സലീല പ്രകാശ് കാലിക്കട്ട്. സലീല പ്രകാശ് കാലിക്കട്ട് 5th സമ്മാനം. കൺഗ്രാജുലേഷൻ. അപ്പോൾ 5ാമത്തെന്ന് പറയുന്നത് കുർത്തിയാണ്. ഫസ്റ്റ് മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ. ബാക്കി 4 സമ്മാനം കുർത്തിയാണ്. നാലാം സമ്മാനം എന്ന് പറയുന്നത് അർച്ചന ട്രിവാൻഡ്രം ആണ്. അർച്ചന ട്രിവാൻഡ്രം 4ാം സമ്മാനം. അർച്ചന ട്രിവാൻഡ്രം. അപ്പോൾ 4ാം സമ്മാനമാണ്, കുർത്തിയാണ്. അർച്ചന ട്രിവാൻഡ്രം. അപ്പം 4th 5th മാർക്ക് ഇട്ട് വെച്ചേക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് 3ാം സമ്മാനമാണ്. 3ാം സമ്മാനം എന്ന് പറയുന്നത് ബിൻസി വിനീഷ് താനൂർ മലപ്പുറമാണ്. ബിൻസി വിനീഷ് താനൂർ മലപ്പുറം. ബിൻസി വിനീഷ് താനൂർ മലപ്പുറം 3ാം സമ്മാനം. ഇതൊക്കെ കുർത്തിയാണ്. പിന്നെ ഇനി 2ാം സമ്മാനം നിജ ജോയ് സി തൃശ്ശൂർ ആണ്. നിജ ജോയ് സി തൃശ്ശൂർ. നിജ ജോയ് സി തൃശ്ശൂർ 2ാം സമ്മാനം. ഇനി 1ാം സമ്മാനക്കാരാണ് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നന്നായിട്ട് ഞാൻ കുലുക്കിയിട്ട് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാം. ബാക്കിയുള്ളവർ വിഷമിക്കേണ്ട, കാരണം ഇനിയും ചാൻസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ 1ാം സമ്മാനക്കാരാണ് കേട്ടോ. ആരാണ്, ഏതാണ്, എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം. പ്രീത മാംഗ്ലൂർ ആണ്. പ്രീത മാംഗ്ലൂർ. അപ്പോൾ 1ാം സമ്മാനമാണ്. കൺഗ്രാജുലേഷൻ. ഫസ്റ്റ് സമ്മാനം 1000 rupees ക്യാഷ് ബാക്കും പ്ലസ് ഒരു കുർത്തി ഫ്രീയും കൂടിയാണ് കേട്ടോ. അപ്പം പ്രീത മാംഗ്ലൂർ, കൺഗ്രാജുലേഷൻ. അപ്പോൾ 5 പേരെ അങ്ങനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ വിഷമിക്കണ്ട. ഇനിയും ഒരുപാട് കളക്ഷൻസ് അതായത് ഒരുപാട് ഇനിയും ഉണ്ട്. ബാക്കിയുള്ളവർക്ക് ഞാൻ അതിനനുസരിച്ചുള്ള അതായത് ഒരു എന്താ പറയുക എൻ്റെ കൺഗ്രാജുലേഷൻ വീണ്ടും വരുന്നതാണ്. മിസ്സാക്കേണ്ട വീഡിയോസ് മുഴുവൻ കാണുക. അപ്പം എല്ലാവർക്കും ഒന്നും കൂടി